ഹായ്, കുക്ക് വിത്ത് ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ എൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ബീഫ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈസ്റ്ററൊക്കെ വരുമല്ലേ, അപ്പോൾ ബീഫ് കട്ട്ലറ്റ് ഒന്നും ഇല്ലാതെ എന്ത് ഈസ്റ്റർ. അപ്പോൾ നമുക്ക് ബീഫ് കട്ട്ലറ്റ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് എല്ലില്ലാത്ത പീസുകളാക്കിയിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് കട്ട്ലേറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും, ഇപ്പോൾ ചിക്കനായാലും മട്ടനായാലും ബീഫാണെങ്കിലും അത് എല്ലില്ലാത്ത പീസായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാലാണ് നമ്മുടെ കട്ട്ലേറ്റ് കറക്റ്റായിട്ട് നമുക്ക് വേവിച്ചൊന്ന് ഉടച്ചൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 1/2 കിലോ ബീഫ് ഇവിടെ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് സവോളയാണ്. ഒരു മീഡിയം സൈസ് സവോള ഒരെണ്ണം എടുത്ത് നന്നായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു വലിയ പീസ് ഇഞ്ചി, അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് ഉള്ള പച്ചമുളക് ഒരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ്. പിന്നെ വേണ്ടത് 2 മീഡിയം സൈസ് പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് വേണം, പെരിഞ്ജീരകം വേണം. അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും, ബീഫിലേക്ക് കൂടുതൽ വേണ്ടത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ബീഫിന് കുറച്ചും കൂടിയും അതിൻ്റെ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യിക്കും. അപ്പോൾ ഒരു ടീസ്പൂണോളം പെരിഞ്ജീരകം വേണം. പിന്നെ പെപ്പർ പൗഡർ വേണം, ഗരം മസാല വേണം. ഗരം മസാല ഒരു 1/2 ടീസ്പൂണേ വേണ്ടൂ, കുറച്ച് മതി. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസും ഒരു മുട്ട വേണം. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ വേണം. ഇതൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും പെരിഞ്ജീരകവും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അരച്ചൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് വരാം. ഇത് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. അപ്പോൾ ബീഫിനെ നമുക്ക് വേവിക്കാനായിട്ട് ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിനെ നമുക്ക് കുക്കറിലേക്ക് വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി നമ്മൾ ചേർക്കണത് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പെരിഞ്ജീരകത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള പേസ്റ്റാണ്. ഇതൊരു 2.5 ടേബിൾ സ്പൂണോളം വരും. അരച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു പകുതി ഇതിലേക്ക് ബീഫിലേക്ക് മിക്സ് ചെയ്ത് നന്നായി കൈവച്ച് എല്ലാ പീസിലും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കൈവച്ച് ബീഫിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 1/4 ഗ്ലാസോളം മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ. കാരണം ബീഫ് വെന്ത് തുടങ്ങുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ഒരുപാട് വെള്ളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിയൊന്നും അല്ലല്ലോ, കട്ട്ലേറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ആ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കേണ്ടി വരും പിന്നെ. അപ്പോൾ അതുകൊണ്ട് 1/4 ഗ്ലാസ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊരു 3-4 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാം. അത് ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട് ബീഫ് നന്നായി ഒന്ന് വെന്ത് കിട്ടണം, അതിനനുസരിച്ച് ഒന്ന് വേവിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വിസിലൊക്കെ വന്ന് എയറൊക്കെ ഒന്ന് പോയി ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചൊരു വെള്ളയേ ഉള്ളൂ, അതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി, വല്ലാണ്ട് പേസ്റ്റാക്കി എടുക്കരുത്. ഇനി നമുക്ക് ബാക്കി മസാലകൾ തയ്യാറാക്കി എടുക്കാൻ ഇതുപോലെ ഒരു കടായി വയ്ക്കാം. കടായി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം.
സവാള ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫ് നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് പാകത്തിന് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ കൂട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതും ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം തന്നെ വരും. ഇതൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാലയുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ച് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഐ മീൻ 1 ടീസ്പൂണൊക്കെ വരെ, അതിലും കൂടുതലായാൽ ടേസ്റ്റ് വ്യത്യാസം വരും. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിനെ അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അധികം വലിയ വേവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു മസാലയിൽ ആ ബീഫും പൊട്ടറ്റോ ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണമെന്നേ ഉള്ളൂ. എല്ലാം ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫായാലും പൊട്ടറ്റോ ആയാലും ഒക്കെ ആദ്യമേ വേവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വെന്ത് വരാനുള്ള ടൈമൊന്നുമില്ല. ഈ മസാലയൊക്കെ നന്നായി ഒന്ന് അതിലേക്ക് പിടിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ പാകമല്ലേ എന്ന് നോക്കണം. അതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം. ഒന്ന് പിടിച്ചാൽ കിട്ടുന്ന ഒരു ചൂട് ആവാൻ വേണ്ടി. അപ്പോൾ ഒക്കെ ഒരുവിധം ലൈറ്റായിട്ടുള്ള ചൂടേ ഉള്ളൂ. നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് റൗണ്ട് ഷേപ്പോ ഹാർട്ട് ഷേപ്പോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കതിനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നോർമൽ ബോളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ സർക്കിൾ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കണേൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ആ കട്ട്ലേറ്റിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായി കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള കട്ട്ലേറ്റും കൂടിയും പിടിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനിവിടെ കട്ട്ലേറ്റൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ ഇതുപോലെ കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ കട്ട്ലേറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കുക്ക്ഡാണ്. പിന്നെ ആ ബ്രെഡ് ക്രംസ് ഒന്ന് മൊരിഞ്ഞ് വരികയേ വേണ്ടൂ. അതിൻ്റെ കോട്ടിങ് മാത്രമേ മൊരിയേണ്ട ആവശ്യമുള്ളൂ. ഓൾറെഡി ഫില്ലിംഗ് എല്ലാം നമ്മുടെ കുക്ക്ഡാണ്. ഇല്ല, നന്നായി ചൂടിൽ വെച്ച് കഴിഞ്ഞാൽ ആ ബ്രെഡ് ക്രംസൊക്കെ അങ്ങ് കരിഞ്ഞ് പോവും പെട്ടെന്ന്. അപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ബീഫ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഈ ഈസ്റ്ററിന് തയ്യാറാക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്